സജിൻ ഇപ്പോൾ ഷാരോണിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ബന്ധുവുമായിരുന്നിട്ട് പോലും സജിൻ അറിയാൻ കഴിഞ്ഞില്ല ഏതൊക്കെ ഘട്ടത്തിൽ ഗ്രീഷ്മ മോശമായി ഷാരോണിനോട് പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ അത് സജിനെ അറിയിച്ചിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും ഷാരോണിനെ രക്ഷിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഒരു വർഷമായിട്ട് ഇവർ ഇഷ്ടത്തിലാണ്. സോ ഈ ഒരു സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇങ്ങനെ ഗ്രീഷ്മ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും ഒന്നും മനസ്സിലായിട്ടില്ല. ഇവർ നല്ല ഹാപ്പി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് 14-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പോലും എനിക്ക് അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞത് ഞാനും വിചാരിച്ചു സോ അതായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് ഡോക്ടേഴ്സൊക്കെ ഡയാലിസിസ് നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ എന്തോ മാരകമായിട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്, സോ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. സോ അതിനുശേഷമാണ് രചന ഞാൻ വിളിക്കുന്നതും ഗ്രീഷ്മയെ കോൺടാക്ട് ചെയ്യുന്നതും. ഗ്രീഷ്മയാണ് എന്നോട് പിന്നെ പറയുന്നത് കഷായം കൊടുത്തു എന്ന്. പക്ഷെ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തതയല്ലായിരുന്നു. സോ അപ്പോൾ മുതലാണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. അതുവരെ ഞാൻ ഗ്രീഷ്മയെ സംശയിച്ചിട്ടില്ലായിരുന്നു. സോ ആ ഒരു സമയം മുതൽ എനിക്ക് സംശയം കൂടുതലായി. പിന്നെയാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിച്ചത്, ഏത് കഷായത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് എനിക്ക് ഗ്രീഷ്മ അയച്ചു തന്നത്. അതും അയച്ചു തന്നത് ലൈവ് ഫോട്ടോ അല്ല, ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു സ്ക്രീൻഷോട്ടായിരുന്നു. സോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കള്ളം പറയുന്നതാണെന്ന്. പിന്നെ ഞാൻ കോകിലാക്ഷം കഷായം എന്ന് ഷിമോൺ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടനും പറഞ്ഞു ഇത് കുടിച്ചെന്ന് കരുതി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. സോ അപ്പോഴും എനിക്ക് സംശയം കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കാനായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും മാറി മാറി അവളോട് ചാറ്റ് ചെയ്യുകയും വിളിക്കുകയും ചെയ്ത് അവൾ പിന്നെ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. സോ നേരെ ഡോക്ടറിനെ അറിയിക്കുകയും ഡോക്ടറാണ് പോലീസിനെ അറിയിക്കുകയും. തീർച്ചയായും അങ്ങനെയാണ് അത് പ്രധാനപ്പെട്ട തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടിയതും അതിപ്പോൾ കോടതിയിൽ ഒരു തെളിവായി, പ്രധാനപ്പെട്ട തെളിവായി തന്നെ അത് കോടതി പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ നന്ദി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.